റീൽസിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ നടന്മാരുടെ അവഞ്ചേഴ്സാണ് വാഴ. കാസ്റ്റിംഗ് നോക്കുമ്പോൾ സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, അമിത്, കൂടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും സെൻസേഷണൽ ഹീറോ ആയ ഹാഷിർ ആൻഡ് ടീമിൻ്റെ മെഗാ എൻട്രി. ഈ നമ്മുടെയൊക്കെ പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടുന്നതിന് മുമ്പ് ഒരു ചെറിയ കാലഘട്ടമുണ്ട്. അതായത് ഈ അപ്പുറത്തെ വെയ്യാതെ കിടക്കുന്ന അമ്മാമ്മയെ കൊണ്ടുവരാൻ വന്ന കാലം വരെ നമ്മുടെ അടുത്ത് ചോദിക്കും ജോലിയൊന്നും ആയില്ലേന്ന്. ആ ലെവൽ പുച്ഛമാണ് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഉത്തരം കൊടുക്കാനോ പ്രത്യേകിച്ച് ഉത്തരം കിട്ടിയിടത്തിൽ നേടാനോ നമ്മളത് മൈൻഡ് ചെയ്യാറുമില്ല. പക്ഷേ വഴിയേ പോകുന്നവരെ നമുക്കിട്ട് താങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കുറച്ച് വാഴകളുടെ ജീവിതമാണ് വാഴ, എ ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ്. സിനിമയെക്കുറിച്ച് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര മോശമല്ലാത്ത, തരക്കേടില്ലാത്ത, കൂമ്പടഞ്ഞു പോകാത്തൊരു വാഴ. അതാണ് വൃത്തിക്ക് പറയാൻ പറ്റിയ കാര്യം. സിനിമയിലെ പ്രധാന കാസ്റ്റായ സിജു സണ്ണി, ജോമോൻ, അമിത്, അനുരാജ്, സാഫ് ബ്രോസ് ഇവരുടെ ഒരു പ്രകടനമാണ് പൊതുവെ പ്രേക്ഷകനെ കഥയിലേക്കും പിന്നെ അവിടുന്ന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത്. പ്രത്യേകിച്ച് ജോമോൻ, സിജു സണ്ണി ഈ രണ്ടുപേരുടെയും മൈന്യൂട്ട് എക്സ്പ്രഷൻസ്, കോമഡി ടൈമൊക്കെ അപാരമായിരുന്നു. ഇവർക്കിടയിലേക്കാണ് സെൻസേഷണൽ സ്റ്റാറിൻ്റെ എൻട്രി. ഹാഷിർ ആൻഡ് ടീം. ഹാഷിർ, അലൻ, അജിൻ, വിനായക്. സിനിമയിലെ കോമിക് മൊമെൻറ്റുകൾക്ക്, പ്രത്യേകിച്ച് ഇടയ്ക്ക് വരുന്ന ഒരു സർപ്രൈസ് കമിയോയ്ക്ക് പോലും കിട്ടാത്ത കയ്യടിയാണ് ഹാഷിറിന് കിട്ടിയത്. ആദ്യ സിനിമയിൽ സ്വന്തം പേരിൽ ഒരു റോൾ കിട്ടുക എന്ന് മാത്രമല്ല, സ്വന്തം പേരിൽ ഒരു BGM വരെ ഹാഷിർ സ്വന്തമാക്കിയിട്ടുണ്ട്. ആ പ്രതീക്ഷകളൊന്നും തകർക്കാതെ ആരാധകരെ ആനന്ദിപ്പിച്ചുകൊണ്ട് തന്നെ ഹാഷിറും ടീമും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഒരു സോഷ്യൽ മീഡിയ താരത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ എൻട്രിയാണ് ഹാഷിറും ടീമിനും കിട്ടിയിരിക്കുന്നത്. ഈ ഒരു അവസരം കൃത്യമായി മുതലെടുക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പെർഫോമൻസ് ഹാഷിറും ടീമിനും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഇനിയും അവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് അച്ഛനും പെഷലിൽ വന്ന രണ്ടുപേരുടെ പെർഫോമൻസ് ആണ്. അസീസ് നെടുമങ്ങാട്, കോട്ടയം നസീർ. ഇതിൽ പ്രത്യേകിച്ച് കോട്ടയം നസീർ ഒരു പെർഫോമൻസ് ഉണ്ട്. അയാളുടെ വീട്ടിൽ മകനുമായിട്ടുള്ളൊരു കോൺഫ്രണ്ടേഷൻ. എല്ലാ ആൺകുട്ടികളും, ഒരു ജെൻസി മാത്രമല്ല മില്ലേനിയൻസിലും മനസ്സിലാക്കാൻ കഴിയുന്ന, അനുഭവിച്ചിട്ടുള്ള ഒരു സീനായിരിക്കും അത്. അദ്ദേഹം ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഒരു ത്രൂ ഔട്ട് ഫൺ കോമഡി പടം മാത്രമല്ല വാഴ. പലയിടത്തും ചില കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് വാഴ എന്ന സിനിമ. അങ്ങിങ്ങായി കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും സിനിമയിലെ തമാശകൾ പലതും അതിനെ ഓവർകം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പരിധിവരെ പ്രേക്ഷകന് വിയോജിപ്പ് തോന്നുന്നത് സിനിമയുടെ ക്ലൈമാക്സിലേക്കായിരിക്കും. അതുവരെ കണ്ട് രസിച്ച് കൈയടിച്ച സിനിമയിൽ പ്രേക്ഷകൻ പ്രതീക്ഷിച്ച ഒരു ക്ലൈമാക്സ് അല്ല കിട്ടിയതെങ്കിലും അത് ആസ്വാദനത്തെ ഒട്ടും കുറയ്ക്കുന്നില്ല. ഹാഷിറിനെയും ടീമിനെയും വെച്ച് ഒരു പാർട്ട് 2-നുള്ള സാധ്യതകളിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. ഒരു പ്രത്യേക കാറ്റഗറി, ജെൻസി മില്ലേനിയൽസ്, ഇവരെ എയിം ചെയ്താണ് ഈ സിനിമ പ്ലാൻ ചെയ്തിരിക്കുന്നതും നിർമ്മിച്ചിരിക്കുന്നതും. അവർക്ക് വേണ്ട ചേരുവകൾ, അവർ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അവർ കേൾക്കേണ്ട തമാശകൾ, അവരുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് സിനിമ മാർക്ക് ചെയ്യുന്നത്. അത് ഈ സിനിമയിൽ കൃത്യമായി വർക്കായിട്ടുമുണ്ട്. തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകരെ വെച്ച് നോക്കുമ്പോൾ അതൊരു വിജയത്തിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യതയും. മൊത്തത്തിൽ ഒരു തവണ തിയേറ്ററിൽ നിന്ന് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന, ചിരിക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞു സിനിമയാണ് വാഴ.